Good afternoon. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ബയോളജി ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ ഓക്കെ. നമ്മളിന്ന് ബയോളജിയിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്. PSC എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും. വെച്ചാൽ നമ്മൾ ഗ്ലാൻഡുകള് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോന്നിനെയും കുറെ ഇപ്പൊ നമ്മള് എന്താ പറയാ കുറെ ക്വസ്റ്റ്യൻസ് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ. എന്തോ കേൾക്കുന്നില്ലേ? എക്കോ ഉണ്ടോ? ആരെങ്കിലും ഇതാക്കി വെച്ചിട്ടുണ്ടോ? മ്യൂട്ട് മാറ്റിയിട്ടുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആണ്. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ക്ലിയർ ആണോ? ഒന്ന് പറയോ? കേൾക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മള് എക്സാം എഴുതുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിനകത്ത് തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറെ ഗ്ലാൻഡുകള്, ഓരോ ഗ്ലാൻഡ്സും അതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, അങ്ങനെ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന നമുക്ക് ഒരു 7 ഗ്ലാൻഡുകളാണ് വരുന്നത്. അതൊന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ മലയാളത്തില് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയും. അന്തസ്രാവി വ്യവസ്ഥ, എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവയവ വ്യവസ്ഥയാണ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും ചേർന്ന ഒരു അവയവ വ്യവസ്ഥയാണ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും ചേർന്ന ഒരു അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു, ഈ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഹോർമോണുകള് ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാസവസ്തുക്കളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഈ ഹോർമോണുകള് നമുക്കറിയാം മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. നമ്മൾ പറഞ്ഞു അന്തസ്രാവി ഗ്രന്ഥികള് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുക്കളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഈ ഹോർമോൺ എന്ന് പറയുന്നത് മനുഷ്യരിലെ രാസസന്ദേശവാഹകര് അല്ലെങ്കിൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് E.H. സ്റ്റാർലിംഗ്. അതിന്റെ ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏണസ്റ്റ് ഹെൻറി സ്റ്റാർലിംഗ് എന്നാണ് കേട്ടോ. E.H. സ്റ്റാർലിംഗ്, STARLING. E.H. സ്റ്റാർലിംഗ് ആണ് ഏറ്റവും, ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ സെക്രീറ്റിൻ. SECRETIN. Secretin is the hormone produced by the digestive tract. Digestive tract produce ചെയ്യുന്ന ഹോർമോൺ ആണ് സെക്രീറ്റിൻ. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ ആണ് സെക്രീറ്റിൻ. SECRETIN. ഇത്രയും നമ്മൾ പറഞ്ഞത് എൻഡോക്രൈൻ ഗ്ലാൻഡ് അവയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും ചേർന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ സിസ്റ്റം ഇതിനകത്ത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ രാസവസ്തുക്കളെയാണ് നമ്മൾ ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഈ ഹോർമോൺ എന്ന് പറയുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്.
ഹോർമോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്റ്റാർലിംഗ്. സ്റ്റാർലിംഗ് ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ ആണ് സെക്രീറ്റിൻ. ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? സെക്രീറ്റിൻ, SECRETIN. ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ക്ലിയർ ആയോ? ആരെങ്കിലും ഒന്ന് പറയോ? ഓക്കെ ആണ് മാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എൻഡോക്രൈൻ, ആ ഒരു വേർഡ് തന്നെ നോക്കിയേ. നമ്മൾ പറഞ്ഞു അപ്പൊ ഈ അന്തസ്രാവി ഗ്രന്ഥികള് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ എന്ന് പറഞ്ഞു. ഈ ഹോർമോണുകള് ഈ കുഴലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്രന്ഥികളായതുകൊണ്ടാണ് ഇവയെ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്, അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഈ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുഴലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവ നേരിട്ട് ബ്ലഡ് സ്ട്രീംസിലേക്ക് കടത്തിവിടുകയാണ്. റിലീസ് ദ ഹോർമോൺ സ്ട്രെയിറ്റ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഇവയ്ക്ക് പ്രത്യേക നാളുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ നേരെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഈ അന്തസ്രാവി ഗ്രന്ഥികളെ നമ്മൾ നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്ന് പറയുന്നു. അതും കൂടി നോക്കണം കേട്ടോ. അന്തസ്രാവി ഗ്രന്ഥികളെ നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നു. നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്, എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്തുകൊണ്ടാ? അത് നേരെ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീംസിലേക്ക് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഓക്കെ, ഇങ്ങനെ ഈ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും അവയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ചും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രോഗങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ആ ഒരു ശാഖ, അതിനാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ENDOCRINOLOGY. Endocrinology is the branch of biology and medicine deals with the endocrine system. Endocrine system കുറിച്ചും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ചും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രോഗങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു സയൻസിന്റെ ബ്രാഞ്ച് ആണ് എൻഡോക്രൈനോളജി. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നത് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ്. ടി അഡിസൺ, തോമസ് അഡിസൺ. തോമസ് അഡിസൺ, ADDISION, ADDISON, അഡിസൺ. തോമസ് അഡിസൺ ആണ് എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ. എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ചും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചിനാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തെ നമ്മൾ ഡക്റ്റിലസ് ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻസിനെ ഡക്റ്റിലസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻസ്. ഇതിനകത്ത് നമുക്ക് 7 എണ്ണാണ് പഠിക്കാനുള്ളത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി ഒന്നാമത്തെയാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തില് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് കേട്ടോ. എൻഡോക്രൈൻ ഗ്ലാൻസുകള് നമുക്ക് 7 എണ്ണം പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. PITUITARY, പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി എന്ന് പറയും. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. രണ്ടാമത്തെയാണ് ഹൈപ്പോതലാമസ്, HYPOTHALAMUS, രണ്ടാമത്തെ ഹൈപ്പോതലാമസ്. മൂന്നാമത്തെയാണ് തൈറോയിഡ് ഗ്രന്ഥി, THYROID, തൈറോയിഡ് ഗ്രന്ഥി, തൈറോയിഡ് ഗ്ലാൻഡ്.
ഇത് ചോദിക്കും. ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ മൂന്നാമത്തെ തൈറോയിഡ് ഗ്ലാൻഡാ പറഞ്ഞത്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. പിന്നെ നെക്സ്റ്റ് നാലാമത്തെയാണ് പാരാതൈറോയിഡ്. പാരാതൈറോയിഡ് പാരാതൈറോയിഡ് PARATHYROID പാരാതൈറോയിഡ്. പിന്നെ അടുത്താണ് അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്ലാൻഡ് ADRENAL അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ്. അടുത്തത് ആറാമത്തെ തൈമസ് ഗ്രന്ഥി. THYMUS തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്ലാൻഡ്. അടുത്തതാണ് പീനിയൽ ഗ്രന്ഥി. PINEAL പീനിയൽ. പൈനിയൽ എന്ന് ചില ടെക്സ്റ്റിലും തന്നിട്ടുണ്ട്. പീനിയൽ PINEAL ആണ് സ്പെല്ലിങ്. പൈനിയൽ ഗ്ലാൻഡ്. അത് ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി എന്ന് പറയും. പീനിയൽ ഗ്രന്ഥി. എത്രണ്ണം എണ്ണം പറഞ്ഞേ? ഏതൊക്കെയൊന്ന് പറഞ്ഞേ? നമ്മൾ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡുകള്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ എന്ന് പറഞ്ഞേ ആരെങ്കിലും? ഗ്രന്ഥി, ഹൈപ്പോതലാമസ്, തൈറോയിഡ് ഗ്രന്ഥി, പാരാതൈറോയിഡ്, അഡ്രിനൽ ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി. ഇത്രയും ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, പീനിയൽ ഗ്രന്ഥി. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്രാവി വ്യവസ്ഥയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി വ്യവസ്ഥയാണ് ഏതാ? പീനിയൽ. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ പഠിക്കാം. ഫസ്റ്റത്തെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി എന്നും അറിയപ്പെടും. പീയൂഷ ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് മേക്ക് സ്റ്റോർസ് ആൻഡ് റിലീസ് ദ ഹോർമോൺ. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ബേസ് ഓഫ് യുവർ ബ്രെയിൻ. ബ്രെയിനിന്റെ ഒരു ബേസിലാണ് ബിലോ യുവർ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ അടിയില് ബിലോയിലായിട്ട് ആണ് ബ്രെയിനിന്റെ ആ ബേസിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അതിന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ നോക്കാം. ഈ മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത്. ട്രോപ്പിക് ഹോർമോൺ മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഓരോന്ന് നിങ്ങൾ പഠിക്കണം. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. മുൻതളം എന്ന് പറഞ്ഞാൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, പോസ്റ്റീരിയറും ഉണ്ട്. അതില് മുൻതളം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഇത് ഓരോന്നും നോട്ട് ചെയ്തോട്ടോ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്ന് പറയും. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ THYROID സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിന്നെ രണ്ടാമത്തെയാണ് അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക്
ഹോർമോൺ. ACTH ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം കേട്ടോ. അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH. ഓക്കെ, ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH. നെക്സ്റ്റ് ആണ് ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ. വളർച്ചാ ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ GH. അതിന് വളർച്ചാ ഹോർമോണിനെ മറ്റൊരു പേരും എല്ലാം അറിയപ്പെടുന്നു, സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. ഗ്രോത്ത് ഹോർമോണിനെ സൊമാറ്റോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ വളർച്ചാ ഹോർമോൺ. പിന്നെ ലാസ്റ്റത്തെയാണ് പ്രോലാക്റ്റിൻ. PROLACTIN. പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, അഡ്രിനോ കോർട്ടിക്കോ ട്രോപിക് ഹോർമോൺ ACTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH, വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിക് ഹോർമോൺ. എന്തായാലും കുഴപ്പമില്ല, ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിക് ഹോർമോൺ STH എന്ന് പറയും. സൊമാറ്റോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ. പിന്നെ ലാസ്റ്റത്തെ പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ PROLACTIN. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഇത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ്. അപ്പൊ അതിന്റെ നേരെ ഒന്ന് എഴുതിയാലും മതി. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ അതിൽ നിന്ന് തന്നെ പേര് ഉണ്ട്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ്. ഇത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി അടുത്തത് നോക്കിയേ, അഡ്രിനോ കോർട്ടിക് ഹോർമോൺ എന്ന് പറഞ്ഞ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനോ കോർട്ടിക് ഹോർമോൺ, കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH. അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ്. അത് പുരുഷന്മാരില് അവരുടെ സെക്സ് ഭാഗമായ വൃഷണങ്ങളുടെ പ്രവർത്തനത്തിലെയും സ്ത്രീകളില് അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഹോർമോൺ അത് സെക്സ് ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റൈൽസും ഓവറീനെയൊക്കെ അണ്ഡാശയത്തെയും വൃഷണങ്ങളുടെയും പ്രവർത്തനത്തെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ്. പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളില് അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ ആണ്. അത് നമുക്കറിയാലോ, വളർച്ചാ ഹോർമോൺ. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രോത്ത് ഹോർമോൺ? എന്തിനാണത്? ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ്. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിൻ എന്ന് പറയും. SOMATOTROPIN, സൊമാറ്റോട്രോപിൻ ഓർ ഗ്രോത്ത് ഹോർമോൺ.
ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? പ്രോലാക്റ്റിൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പാൽ ഉൽപാദനത്തെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ. PROLACTIN, പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ നമ്മൾ പറഞ്ഞത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ഓരോ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. പിന്നെ അടുത്തത് പുരുഷന്മാരില് വൃഷണങ്ങളുടെയും സ്ത്രീകളില് അണ്ഡാശയങ്ങളുടെയും പ്രവർത്തനത്തെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഹോർമോൺ. പിന്നെ വളർച്ചേനെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് വളർച്ച ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ. പിന്നെ മിൽക്ക് പ്രൊഡക്ഷൻ, പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ. ഓക്കെ, ഇത്രയും നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഗ്രോത്ത്, അപ്പൊ ഈ ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് വളർച്ച, ഗ്രോത്ത് ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. നമ്മൾ ഉണ്ടാകുമ്പോ എന്ത് കുഞ്ഞിതാന്ന് നോക്കി, എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ വളർന്ന് നമ്മൾ എന്താ പറയാ ഇത്രത്തോളം എത്തിയില്ലേ. അപ്പൊ അത് ഏത് ഹോർമോണിന്റെ സഹായത്തോടെ? ഗ്രോത്ത് ഹോർമോൺ ഉള്ളത് കൊണ്ടാണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന വളർച്ച ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ സൊമാറ്റോട്രോപിൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ വളരുന്നത്. അപ്പൊ ഇത് നോക്കി, നമ്മൾ ചില കുട്ടികളിലൊക്കെ എന്താ പറയാ അവര് വളർച്ചയൊക്കെ ഇങ്ങനെ മുരടിച്ചിരിക്കും. ഏജ് ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ചുള്ള ആളുണ്ടാവില്ല, ഹൈറ്റ് ഉണ്ടാവില്ല, വെയിറ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വളർച്ച മുരടിച്ചിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതെന്ന് പറഞ്ഞ ഈ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഇല്ല, ഉൽപാദനം കുറയുന്നത് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരം വളർന്ന ഘട്ടത്തില് ഈ സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ ഉൽപാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥയ്ക്കാണ് ഡാർവിനിസം അല്ലെങ്കിൽ വാമനത്വം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വാമനത്വം, ആ സൊമാറ്റോട്രോപിക് എന്ന് പറഞ്ഞാല് വളർച്ച ഹോർമോണിന്റെ ഉൽപാദനം കുറവാണ്. ആ ശരീരം വളരുന്ന സമയത്ത് വേണ്ടത്ര ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ശരീരം വളർച്ച മുരടിച്ച് ചെറുതായിട്ട് തന്നെ ഇരിക്കും. ആ ഒരു അവസ്ഥേനെയാണ് വാമനത്വം അല്ലെങ്കിൽ ഡാർവിനിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും. ചെറുതായിട്ടിരിക്കുന്നത്, ഏജ് ഉണ്ടാവും. കണ്ടിട്ടില്ലേ? സിനിമയെ കണ്ടിട്ടില്ലേ? വളർച്ച മുരടിച്ചിരിക്കുന്നു. അപ്പൊ ഏതാ? ഈ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതുകൊണ്ട് അവർക്കുടെ ആ ശരീരം വളർന്ന സമയത്ത് ആ ഹോർമോൺ, ഈ ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിൻ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുടെ വളർച്ച വലുതാവില്ല, അവര് ചെറുതായിട്ട് തന്നെ ഇരിക്കും. ആ ഒരു കണ്ടീഷനാണ് വാമനത്വം അല്ലെങ്കിൽ ഡാർവിനിസം എന്ന് പറയുന്നത്. DWARFISM, ഡാർവിനിസം. ഇനി നോക്കിയേ, ഇപ്പൊ ഈ ശരീരം വളരുന്ന സമയത്ത് ഈ സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ ഉൽപാദനം അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ അമിതമായിട്ട് കൂടുന്ന, അപ്പൊ ശരീരം എന്ത് ചെയ്യും? കൂടുതൽ വളരാൻ തുടങ്ങും അല്ലെ, കൂടുതൽ അമിത വളർച്ചയാകും. അമിതമായിട്ട് ശരീരം വളർച്ച ഉണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻഡിസം. GIGANTISM, ജൈജാൻഡിസം അല്ലെങ്കിൽ ഭീമാകാരത്വം എന്ന് പറയും. രണ്ടവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. സൊമാറ്റോട്രോപിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ, ശരീര വളർച്ചാ ഘട്ടത്തില് ഉൽപാദനം കൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാ ഘട്ടത്തില് സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ ഉൽപാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വാമനത്വം. രണ്ടും ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി നോക്കിയേ,
അപ്പൊ നമ്മൾ രണ്ട് സ്റ്റേജാ പറഞ്ഞത് കേട്ടോ. ഗ്രോത്ത് ഹോർമോണിന്റെ ഇത് വളർച്ച ഉത്പാദനം കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻഡിസം എന്ന് പറയും. വളർച്ച കുറയുന്ന വളർച്ചാ ഘട്ടത്തില് ഈ ഗ്രോത്ത് ഹോർമോണിന്റെ ഉത്പാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വാമനത്വം. ഇനി ഒരു ഇത് കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ശരീര വളർച്ചാ ഘട്ടത്തിന് ശേഷം ഈ സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ അമിത ഉത്പാദനം മൂലം മുഖം, അതുപോലെ തന്നെ താടിയെല്ലുകള്, വിരലുകള് എന്നിവിടങ്ങളിലുള്ള അസ്ഥികള് വളരുന്ന ഒരു അവസ്ഥയ്ക്കാണ് അക്രോമെഗല്ലി എന്ന് പറയുന്നത്. അക്രോമെഗല്ലി, ACROMEGALY, അക്രോമെഗല്ലി. അക്രോമെഗല്ലി, ACROMEGALY. ശരീര വളർച്ചാ ഘട്ടത്തിന് ശേഷം ഈ സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ അമിത ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, പിന്നെ കയ്യിലെ വിരലുകള് എന്നിവയിലുള്ള അസ്ഥികളൊക്കെ വളർന്ന് നീണ്ടു വന്ന് അത് വളഞ്ഞു പോകുന്നു. വളരുന്ന ആ ഒരു അവസ്ഥ, അങ്ങനെ അസ്ഥികൾ കൂടുതലായിട്ട് വളരുന്ന അവസ്ഥയാണ് അക്രോമെഗല്ലി എന്ന് പറയുന്നത്. അക്രോമെഗല്ലി. ഇത്രയാണ് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിന്റെ ഓരോ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഹോർമോണുകളും ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ പേരുകൾ നോക്കണം. പിന്നെ ആ 3 സ്റ്റേജുകൾ, അതിന്റെ പ്രൊഡക്ഷൻ, ഗ്രോത്ത് ഹോർമോണിന്റെ ഉത്പാദനം കൂടുമ്പോഴുള്ള അവസ്ഥ, അതിന്റെ കുറയുമ്പോഴുള്ള അവസ്ഥ, പിന്നെ ഈ സൊമാറ്റോട്രോപിന്റെ അമിത ഉത്പാദനം മൂലം നമ്മുടെ മുഖം, താടിയിലെ കൈകള്, വിരലുകള് എന്നിവിടങ്ങളിലേക്ക് അസ്ഥികള് വളരുന്ന അവസ്ഥയ്ക്കാണ് അക്രോമെഗല്ലി എന്ന് പറയുന്നത്. ഇത്രയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഹൈപ്പോതലാമസ്. ഇത് നോട്ട് ചെയ്യണം. പ്രീവിയസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ, ന്യൂറോക്രൈൻ ഗ്ലാൻഡ്. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. ന്യൂറോക്രൈൻ ഗ്ലാൻഡ്, NEUROCRINE, ന്യൂറോക്രൈൻ ഗ്ലാൻഡ്. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്, ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്ലാൻഡ്, ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴിയുള്ള എല്ലാ അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായിട്ടും നിയന്ത്രിക്കുന്നത് ഒരു കൺട്രോൾ കോർഡിനേറ്റിംഗ് സെന്റർ ആണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി ഉള്ള അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായിട്ടും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. അത് രണ്ടും നോട്ട് ചെയ്യണം കേട്ടോ. ഹൈപ്പോതലാമസ് എഴുതിയിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. OXYTOCIN, ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ചോദിക്കാം. ഓക്സിറ്റോസിൻ. പിന്നെ രണ്ടാമത്തെയാണ് വാസോപ്രസിൻ, VASOPRESSIN, വാസോപ്രസിൻ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. എഴുതിയില്ലേ? ഇത് നോട്ട് ചെയ്തില്ലേ? 2 ഹോർമോൺ നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഓക്കെ മാം. നിങ്ങൾ ഒന്ന് ഇടയ്ക്കൊന്ന് റെസ്പോണ്ട് ചെയ്താലാണ് എനിക്ക് എഴുതിക്കുന്നുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അപ്പൊ 2 പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഹൈപ്പോതലാമസ് ന്യൂറോക്രൈൻ ഗ്ലാൻഡ് ആണ്. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഓക്കെ. ഇനി ഈ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്ന ഹോർമോണുകളെ സ്റ്റോർ ചെയ്യുകയും അവ ആവശ്യാനുസരണത്തിന് ഈ രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നത് ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്.
പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളമാണ്. സോറി, പിന്തളം. പോസ്റ്റീരിയർ ആണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം രക്തത്തിലേക്ക് കൊടുക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹോർമോണുകളെ സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇനി അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് നോക്കാം. ഈ നമ്മുടെ വൃക്കയിലുള്ള ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. പ്രൊമോട്ട് ദ വാട്ടർ റീഅബ്സോർപ്ഷൻ ഇൻ ദ റീനൽ ട്യൂബ് ഓഫ് ദ കിഡ്നി. ഈ വൃക്കയിലുള്ള ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. ഇത് ചോദിച്ചിട്ടുണ്ട്. വാസോപ്രസിൻ പറയാമോ? ഓക്കെ പറയാം. Promote the water reabsorption in the renal tube of kidney. അതായത് വൃക്കയിലുള്ള ജലത്തിന്റെ പുനരാകിരണത്തിന്, റീഅബ്സോർപ്ഷൻ, പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ 7 എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ലാസ്റ്റ് ഈ ഒരു 7 എണ്ണം കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഓരോന്നിനും ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് ചെയ്തിട്ട് ഞാൻ തരാട്ടോ. അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ ഇതിപ്പോ എല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതിനകത്ത് നമ്മള് എടുത്തതിൽ വരുന്നില്ല. ഓരോന്നും പഠിക്കുമ്പോൾ അതിന്റെ ഓരോ അപരനാമങ്ങളും കൂടിയും പഠിച്ചു പോകാം ഇപ്പൊ നമ്മള് ഗ്രോത്ത് ഹോർമോൺ പറഞ്ഞു, സൊമാറ്റോട്രോപ്പിൻ. അപ്പൊ വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാ? സൊമാറ്റോട്രോപ്പിൻ. അപ്പൊ അങ്ങനെ അത് ലാസ്റ്റ് ഞാൻ തരാം ഓരോന്ന് കഴിഞ്ഞ് കഴിയുമ്പോ കേട്ടോ. ഇപ്പൊ ഇത് നോക്കുക. വൃക്കയിലുള്ള ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വാസോപ്രസിന്റെ അപരനാമമാണ് ADH, ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ. ADH ഏതാ? വാസോപ്രസിൻ ആണ്. ADH, ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ. ANTIDIURETIC, ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏത് ഹോർമോണാ? ADH. ഏത് ഹോർമോണാ? വാസോപ്രസിൻ. വാസോപ്രസിൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാസോപ്രസിന്റെ അപരനാമമാണ് ADH, അല്ലെങ്കിൽ ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? വാസോപ്രസിൻ. ഇത് നോക്കിയേ, ഇത് ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടാൻ കാരണം നമ്മുടെ യൂറിനിൽ കൂടെയുള്ള, മൂത്രത്തിൽ കൂടെയുള്ള ജലനഷ്ടം കുറയ്ക്കുന്നത് കൊണ്ടാണ്. റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു. മൂത്രത്തിൽ കൂടെയുള്ള ജലനഷ്ടം കുറയ്ക്കുന്നതിനാലാണ് വാസോപ്രസിനെ ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ജലാംശം യൂറിനായിട്ട് പോയി കഴിഞ്ഞാലോ കുറച്ച് എമൗണ്ട് വാട്ടർ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യണ്ടേ. അപ്പൊ ഇങ്ങനെ മൂത്രത്തിൽ കൂടെ പോകുന്ന ജലാംശം കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. അതുകൊണ്ടാണ് വാസോപ്രസിനെ ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ വാസോപ്രസിൻ. ഇനി വേനൽക്കാലത്ത് ഈ വാസോപ്രസിന്റെ ഉൽപാദനം കൂടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നൂലല്ലോ. വേനൽക്കാലത്ത് ഈ വാസോപ്രസിന്റെ ഉൽപാദനം കൂടുകയും പിന്നെ അതുപോലെ മഴ സമയമാകുമ്പോഴത്തേക്കും ഈ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. അപ്പൊ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ നമുക്ക് കൂടുതൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും അല്ലെ. മഴ സമയങ്ങളിൽ അങ്ങനെയല്ലേ. അപ്പൊ വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുകയും തണുപ്പ് സമയത്ത് അല്ലെ മഴ സമയങ്ങളിലൊക്കെ ഈ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. വാസോപ്രസിനെ ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ ആണ്. ഇനി ഈ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയ്ക്കാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. DIABETES, ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. INSIPIDUS,
DUS, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയ്ക്കാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. പിന്നെ അതുമായിട്ട് ഡയബറ്റിസ് മെലിറ്റസ് എന്താ? ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിന്റെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥ അല്ലെ, ടു മച്ച് ഷുഗർ ഇൻ ദ ബ്ലഡ്, അതാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇവിടെ പറഞ്ഞത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആയിട്ട് പറഞ്ഞത് ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയ്ക്കാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, INSIPIDUS, ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അപ്പൊ നമ്മള് വാസോപ്രസിന്റെ പറഞ്ഞത് ADH, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് മൂത്രത്തിൽ കൂടിയുള്ള ജലാംശം കുറയ്ക്കുന്നതിനാലാണ് വാസോപ്രസിനെ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഓക്സിറ്റോസിനാ പറഞ്ഞത്. ഓക്സിറ്റോസിൻ ശരീരത്തിലെ മൃദുപേശികളിൽ പ്രവർത്തിക്കുകയും അവയുടെ സങ്കോച പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. OXYTOCIN, ഓക്സിറ്റോസിൻ. അതെ, നമ്മള് ഈ സ്ത്രീകളിലൊക്കെ ഡെലിവറി സമയത്തൊക്കെ ഗർഭാശയം ഒക്കെ ഗർഭപാത്രത്തിനൊക്കെ യൂട്രസ് ഒക്കെ കൺട്രാക്ട് ചെയ്യണ്ടേ, ചുരുങ്ങണ്ടേ കുട്ടി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഡെലിവറി സമയത്തൊക്കെ. അപ്പൊ ആ സമയത്ത് പാത്രത്തിന്റെ സങ്കോചത്തിനും അതുപോലെ തന്നെ പ്രസവം സുഗമമാക്കാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഓക്സിറ്റോസിൻ. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ, കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ പാല് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, മിൽക്ക് പ്രൊഡക്ഷനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. നമ്മുടെ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ്. വാസോപ്രസിൻ ADH, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെയാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്താ സഹായിക്കുന്നത്? സ്ത്രീകളുടെ പ്രസവ സമയത്തൊക്കെ യൂട്രസ് ഒക്കെ കൺട്രാക്ട് ചെയ്യാനും ചുരുക്കാനും പ്രസവം സുഗമമാക്കാനും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷനും പാൽ ഉത്പാദനത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെയാണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നേ? എവിടെ ഇരിക്കുന്നേ തൈറോയിഡ് ഗ്ലാൻഡ്? എവിടെ തൈറോയിഡ്? ത്രോട്ടില് അല്ലെ? ഗ്ലാൻഡ് is situated at the front of the throat അല്ലെ? നമ്മുടെ വോയിസ് ബോക്സിന്റെ ഒക്കെ താഴെയായിട്ട് തൊണ്ടയിലാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. ശ്വസനനാളത്തിന്റെ ഇരുവശത്തുമായിട്ട് രണ്ട് ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. തൈറോയിഡ് ആർക്കെങ്കിലും അസുഖം ഉണ്ടോ? തൈറോയിഡിന്റെ ഉണ്ടോ? മരുന്ന് കഴിക്കേണ്ട ആരെങ്കിലും തൈറോയിഡിന്റെ? ഇല്ലേ? ഓക്കെ, മാം എന്റെ അമ്മ കഴിക്കുന്നുണ്ട്. അല്ലെ? കണ്ടിന്യൂ ചെയ്ത് കഴിക്കണ്ടേ? നിർത്താൻ പറ്റില്ലല്ലോ. നിർത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അതിന്റെ ഗ്രാമിന്റെ അളവ് മാത്രം കുറച്ച് തന്നിട്ടുണ്ട്, 50 mg. ഗ്രാമിന്റെ അളവ് കുറച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ശ്വസനനാളത്തിന്റെ ഇരുവശത്തുമായിട്ട് രണ്ട് ദളങ്ങളോട് കൂടിയ ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അതുകൊണ്ട് ഇതും ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ADAM അപ്പോസ്ട്രോഫി S. ആദംസ് ആപ്പിൾ, ആദംസ് ആപ്പിൾ, ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. നോട്ട് ചെയ്തോ? ആദംസ് ആപ്പിൾ തൈറോയിഡ് ഗ്രന്ഥിയാണ് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഇതിന്റെ ആകൃതി വെച്ച ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ്. അതിന്റെ രണ്ട് ദളങ്ങളോട് കൂടി ഇരിക്കുന്നതുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഇതിന്റെ ആകൃതി ഇരിക്കുന്നത്. ഇത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ നോട്ട് ചെയ്തോ. തൈറോയിഡ് ഗ്രന്ഥി ആദംസ് ആപ്പിൾ എന്ന് ആദ്യം നോട്ട് ചെയ്യണം. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി.
ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു. 2 പോയിന്റ്. ശ്വസനനാളത്തിന്റെ ഇരുവശത്തുമായിട്ട് 2 ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു. ഇതിന്റെ ആകൃതി ബട്ടർഫ്ലൈ ഷേപ്പ് ആണ്. ചിത്രശലഭത്തിന്റെ ഒരു ആകൃതിയാണ്. ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ. THYROXIN തൈറോക്സിൻ. തൈറോക്സിൻ. കാൽസിറ്റോണിൻ. CALCITONIN കാൽസിറ്റോണിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ, കാൽസിറ്റോണിൻ. തൈറോക്സിൻ, കാൽസിറ്റോണിൻ. ഏതൊക്കെയാ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ? ഏതൊക്കെയാണ്? തൈറോക്സിൻ, കാൽസിറ്റോണിൻ. തൈറോക്സിനും കാൽസിറ്റോണിനും തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഈ നമ്മള് അതിന് മുന്നേ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയായിരുന്നു? 2 ഹോർമോൺ ഏതാ? വാസോപ്രസിൻ. അത് ഈ ഗ്ലാൻഡ് എഴുതുമ്പോ തന്നെ നിങ്ങൾ അവിടെ എഴുതി വെച്ചോട്ടോ. ഹൈപ്പോതാമലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോയിഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. തൈറോയിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. തൈറോക്സിനും കാൽസിറ്റോണിനും. ഇനി തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകമാണ് അയഡിൻ, ഉപ്പ്. അയഡിൻ ആണ് തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂലകം. അയഡിൻ ആണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ് തൈറോകാൽസിറ്റോണിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ് തൈറോകാൽസിറ്റോണിൻ. THYRO തൈറോ, കാൽസിറ്റോണിൻ CALCITONIN തൈറോകാൽസിറ്റോണിൻ. നമുക്ക് ഓരോന്ന് നോക്കാം. തൈറോക്സിൻ. 2 ഹോർമോൺ നമ്മൾ പറഞ്ഞു, തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിൻ ഇനി ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും കുട്ടി എംബ്രിയോ സ്റ്റേജിലും ശൈശവാവസ്ഥയിലും ഒക്കെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അതിന്റെ ബ്രെയിൻ്റെ വികാസത്തിനും ഒക്കെ അതൊക്കെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ. ബേസിക് മെറ്റബോളിക് റേറ്റ് BMR, ബേസിക് മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ. നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. ഇത്രയാണ് പറഞ്ഞത്. തൈറോക്സിൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു 4 പോയിന്റ് പറഞ്ഞത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും ബ്രെയിൻ ഡെവലപ്മെന്റിന്, ബ്രെയിനിന്റെ വളർച്ചയ്ക്കും ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ. രണ്ടാമത് പറഞ്ഞത് കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. നെക്സ്റ്റ് പറഞ്ഞത് BMR, ബേസിക് മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന മെറ്റാബോളിസം, നമ്മുടെ ബേസിക് മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. ബേസിക് മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. പിന്നെ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി നോക്കി,
ഇനി 2-3 അവസ്ഥകളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയ്ക്കാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ, അതാണ് ഹൈപ്പോ, താഴെയാണ്. ഹൈപ്പോ, HYPO, ഹൈപ്പോ, HYPO, THYROIDISM, ഹൈപ്പോ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയ്ക്കാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസം. ഈ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളില് വളർച്ച മുരടിക്കുന്ന രോഗത്തിനാണ് ക്രിറ്റിനിസം. CRETINISM. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളില് വളർച്ച മുരടിക്കുന്ന ഒരു രോഗമാണ് ക്രിറ്റിനിസം. ക്രിറ്റിനിസം, CRETINISM, ക്രിറ്റിനിസം. ക്രിറ്റിനിസം. ഇനി ഈ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്ന ആളുകളിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സെഡിമ. കുട്ടികളിലും മുതിർന്നവരിലും പ്രത്യേകം പറയുന്നുണ്ട്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന ഒരു രോഗമാണ് ക്രിറ്റിനിസം. CRETINISM. ഇനി തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വലിയ ആളുകളുടെ, മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സെഡിമ. മിക്സെഡിമ, MYXEDEMA, മിക്സെഡിമ, MYXEDEMA. ഓക്കെ. ഇനി തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പൊ കുറയുവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഇനി കൂടുവാണെങ്കിൽ, തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. HYPER, ഹൈപ്പർ. പേരിൽ നിന്ന് തന്നെ അറിയാം, കുറയുവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം, കൂടുവാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം. HYPER, THYROIDISM, ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥി അമിതമായി ഇങ്ങനെ വലുതാവുക, കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളുക, അടിസ്ഥാന ഉപാപചയ നിരക്ക് വർദ്ധിക്കുക, ശരീരഭാരം, നമ്മുടെ ബോഡി വെയിറ്റ് പെട്ടെന്ന് കുറയുക എന്നീ ലക്ഷണങ്ങളോട് കൂടിയ ഒരു ഹൈപ്പർ തൈറോയിഡിസം ആണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. എക്സോഫ്താൽമിക് ഗോയിറ്റർ. താൽമിക്, PHPHTHALMIC, എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇത് ഈ എക്സോഫ്താൽമിക് ഗോയിറ്റർ ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. അല്ലെങ്കിൽ എക്സോഫ്താൽമിക് ഗോയിറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രേവ്സ് ഡിസീസ്. ഗ്രേവ്സ് ഡിസീസ്. 2 പോയിന്റ് കൂടി ഉള്ള അതിനകത്ത്. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ, മുഴകള് എന്നിവ തൈറോയ്ഡ് ഹോർമോണുകളുടെ സംശ്ലേഷണ നിരക്കും അതിന്റെ സ്രവിക്കലും ഒക്കെ അമിതമാവുകയും ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. രക്തത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഇതൊന്ന് നോക്കിയേ, രക്തത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ, നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യം, ആ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഈ കാൽസിറ്റോണിൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ? ഹെൽപ്പ് റെഗുലേറ്റ് ദ കാൽസ്യം ലെവൽ ഇൻ യുവർ ബ്ലഡ്. നമ്മുടെ കാൽസ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ്. അപ്പൊ ഈ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. അപ്പൊ ബ്ലഡില്
കൂടുതലായിട്ട് ഈ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അത് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അധികം ഉണ്ടാകുന്ന രക്തത്തിൽ അധികമുള്ള കാൽസ്യം അവിടെ എവിടെ ചെയ്യുന്നു? അസ്ഥികളില് നമ്മുടെ ബോൺസിന് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണും കൂടിയാണ് കാൽസിറ്റോണിൻ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹെൽപ് ടു റെഗുലേറ്റ് ദ കാൽസ്യം ലെവൽ ഇൻ യുവർ ബ്ലഡ്. ബ്ലഡിലുള്ള അധികമായിട്ടുണ്ടാകുന്ന കാൽസ്യത്തെ അതെന്ത് ചെയ്യുന്നു? ബോൺസുകളിൽ അസ്ഥികളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു കാൽസിറ്റോണിൻ. രണ്ട് ഹോർമോണാണ് നമ്മൾ പറഞ്ഞത്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോയ്ഡ് ഗ്ലാൻഡ് അത് ആദ്യം നോട്ട് ചെയ്യണം. ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു. ബട്ടർഫ്ലൈ ഷേപ്പ് ആണ്. ഉത്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകള് തൈറോക്സിനും കാൽസിറ്റോണിനും. ഇനി തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ ആണ് തൈറോ കാൽസിറ്റോണിൻ ഹോർമോൺ. പിന്നെ അടുത്ത തൈറോക്സിന്റെ 2-3 പോയിന്റ് പറയുന്നത്. പിന്നെ അതുമൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ പറഞ്ഞു. കുട്ടികളില് ഈ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ക്രിറ്റിനിസം. മുതിർന്ന ആളുകളിലാണെങ്കിൽ മിക്സിഡിമ എന്ന് പറയുന്നത്. ഈ തൈറോക്സിന്റെ ഉത്പാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞത് എക്സോപ്താൽമിക് ഗോയിറ്റർ. എക്സോപ്താൽമിക് ഗോയിറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രീവ്സ് ഡിസീസ്. ഗ്രീവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എക്സോപ്താൽമിക് ഗോയിറ്റർ ആണ്. പിന്നെ അടുത്ത കാൽസിറ്റോണിനാ പറഞ്ഞത്. കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞാൽ രക്തത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ്. അപ്പൊ ബ്ലഡില് പെട്ടെന്ന് കാൽസ്യത്തിന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ആ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. ഈ കാൽസിറ്റോണിൻ എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡിലുള്ള ഈ കാൽസ്യത്തെ ബോൺസുകളില് അസ്ഥികളില് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് ഇറ്റ് ഹെൽപ് ടു റെഗുലേറ്റ് ദ കാൽസ്യം ലെവൽ ഇൻ യുവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലെ കാൽസ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നിയന്ത്രിക്കാനായിട്ട് കാൽസിറ്റോണിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത 4മത്തെയാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇത്തിരി ഡീറ്റെയിൽ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ തീരുന്നോന്ന് അറിയില്ല. അല്ലെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അടുത്തത് നോക്കിയോ? തൈമസ് ഗ്ലാൻഡ് നോക്കിയോ? എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ബാക്കിയുള്ളത് പറയാം. അല്ലെങ്കിൽ അതിപ്പോ തീരൂല. അത് കുറച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. പാരാതൈറോയ്ഡ് അവിടെ നിൽക്കട്ടെ കേട്ടോ. അത് അടുത്ത ക്ലാസ് കിട്ടുവാണെങ്കിൽ അപ്പൊ അതിൽ നമുക്ക് ചെയ്യാം. ഇനി ഇതും കൂടി പറയാം. എന്നുവെച്ചാൽ ക്ലാസ് 10 മിനിറ്റ് കൂടി ജസ്റ്റ് അല്ലേ ഉള്ളൂ. തൈമസ് ഗ്രന്ഥി. അടുത്തത് നിങ്ങൾ നോക്കിയോ? തൈമസ് ഗ്രന്ഥി. THYMUS. തൈമസ് ഗ്രന്ഥി. ഈ തൈമസ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ചെസ്റ്റിലാണ്. മാറലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്ലാൻഡ്. ഇത് ഇവിടെ നോട്ട് ചെയ്തോളണം. യൂത്ത് ഹോർമോൺ ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. യൂത്ത് ഹോർമോൺസ് ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി യൂത്ത് ഗ്ലാൻഡ്. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്ലാൻഡ്. This gland is in the chest between the lungs. ഇത് എന്തിനെ സഹായിക്കുന്ന? ഹെൽപ് ടു ഫൈറ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനൊക്കെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ തൈമസ് ഗ്ലാൻഡിന്റെ ഒരു ഫംഗ്ഷൻ. നോക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മാറലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. യൂത്ത് ഗ്ലാൻഡ് ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ശൈശവ ഘട്ടത്തില് വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ, അതായത് നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് ഈ ഗ്ലാൻഡ് ചെറുതാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ശൈശവഘട്ടത്തിൽ ഇത് വളരെ സജീവമായിട്ട് ഈ ഗ്ലാൻഡ് പ്രവർത്തിക്കുകയും എന്നാൽ പ്രായപൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും ഇത് ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തില് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടുത്തലിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറഞ്ഞു, ഇത് ഈ തൈമസ് ഗ്രന്ഥി ഹെൽപ്പ് ടു ഫൈറ്റ് ഇൻഫെക്ഷൻ.
രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഹെൽപ്പ് ടു ഫൈറ്റ് ഇൻഫെക്ഷൻ. നമ്മുടെ പ്രായമാകുമ്പോ നമുക്ക് അത്ര ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവോ? ചെറുപ്പത്തിലൊക്കെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും. പ്രായമായവരിൽ അത്ര രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും. അവർക്ക് ചെറിയ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള ചാൻസ് ഇല്ല. അവരുടെ ഇമ്മ്യൂണിറ്റി പവർ പ്രായമാവുന്നതോറും കുറഞ്ഞു വരും. അല്ലേ? അതെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാ ഈ ശൈശവഘട്ടത്തിലാണെങ്കിൽ ഈ ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡ് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് ചുരുക്കി ചെറുതാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആണ് ഇത് എന്തിനു സഹായിക്കുന്ന? ഹെൽപ്പ് ടു ഫൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട് രോഗപ്രതിരോധ ശേഷിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ്. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, അതിന്റെ പേര് എഴുതി വെച്ചോ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോക്സിൻ. തൈമോക്സിൻ THYMOSIN. തൈമോക്സിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോക്സിൻ THYMOSIN. ഒരെണ്ണം കൂടി എഴുതി വെച്ചേ. യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ ജുവനൈൽ ഓർ യുവത്വ ഹോർമോൺ, യൂത്ത് ഹോർമോൺ എന്നെല്ലാം അറിയപ്പെടുന്ന തൈമോക്സിൻ ആണ്. തൈമോക്സിൻ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോക്സിൻ. ജുവനൈൽ ഹോർമോൺ അല്ലെങ്കിൽ യൂത്ത് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് തൈമോക്സിൻ ആണ്. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവ ഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയോ പ്രായപൂർത്തിയാകുമ്പോഴേക്കും ഇത് ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ തൈമസ് ഗ്രന്ഥി ഹെൽപ്പ് ടു ഫൈറ്റ് ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോക്സിൻ THYMOSIN. തൈമോക്സിൻ. ഇത് ജുവനൈൽ അല്ലെങ്കിൽ യുവത്വ ഹോർമോൺ, യൂത്ത് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഹോർമോൺ ആണ് തൈമോക്സിൻ. അപ്പൊ 5 എണ്ണം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 എണ്ണം കൂടി ഉള്ളത് പീനിയൽ ഗ്രന്ഥി ഉണ്ട്. പിന്നെ അടുത്തത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡും ഉണ്ട്. അത് 2 കൂടി കഴിഞ്ഞാൽ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ എല്ലാ ഗ്ലാൻഡ്സും കഴിഞ്ഞു. അതിനിപ്പോ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്നാ ക്ലാസ് കിട്ടാന്ന് വെച്ചാൽ ഞാൻ എന്തോ അഡ്രിനൽ ഗ്രന്ഥി ഉണ്ട് അല്ലേ? പറഞ്ഞില്ലേ? എത്ര നമ്മൾ പറഞ്ഞപ്പോ ഫസ്റ്റ് നമ്മള് പറഞ്ഞത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പറഞ്ഞു, ഹൈപ്പോതലാമസ് പറഞ്ഞു, തൈറോയ്ഡ് ഗ്രന്ഥി പറഞ്ഞു, തൈമസ് അല്ലേ ഇപ്പൊ പറഞ്ഞത്? തൈമസ് ഗ്രന്ഥി. അപ്പൊ നമ്മൾ എത്ര പറഞ്ഞു? 4 പറഞ്ഞോളൂ. 4 പറഞ്ഞോളൂ മാം. 4 അല്ലേ പറഞ്ഞത്? ഓക്കെ. ഞാൻ മറ്റത്തും കൂടി പറഞ്ഞു വിചാരിച്ചത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇനി അടുത്ത 3 കൂടി ഉണ്ടല്ലേ പറയാനായിട്ട്. ഓക്കെ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ആദ്യം പറഞ്ഞത് അല്ലെ? പിറ്റ്യൂട്ടറി ഗ്രന്ഥി പറഞ്ഞു. രണ്ടാമത്തെ ഹൈപ്പോതലാമസ് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ തൈറോയ്ഡ് ഗ്രന്ഥി പറഞ്ഞു. പിന്നെ അടുത്തത് തൈമസ് ഗ്രന്ഥി പറഞ്ഞു അല്ലെ? 4 ഓക്കെ. 4 പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിത്തെ 3 കൂടി ഉണ്ട്. അത് ഇനിയിപ്പോ എനിക്ക് എപ്പോഴാ ക്ലാസ് കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ അനുസരിച്ച് വന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇത് ഈ ഗ്ലാൻസ് ഇതിനകത്ത് കുറെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ അതിന്റെ പെറ്റ് നെയിംസ് പോലെ പറഞ്ഞില്ലേ, അപരനാമങ്ങളൊക്കെ, അതൊക്കെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാ യുവത്വ ഹോർമോൺ എഴുതിയിട്ടോ നമ്മള്? യുവത്വ ഹോർമോൺ ഏതാ? തൈമോക്സിൻ. തൈമോക്സിൻ ആണ്. THYMOSIN. തൈമോക്സിൻ ആണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ 3 കൂടി ഉണ്ട്. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് എന്നാ ക്ലാസ് കിട്ടാന്ന് വെച്ചാൽ ഞാൻ വന്ന ബാക്കിത്തെയും കൂടി കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ. താങ്ക് യു.